2003 മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ 10ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ മിസ്റ്റർ ബ്രഹ്മചാരിയാണ്. കോമഡി ട്രാക്കിൽ പോകുന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തിയത് മീനയായിരുന്നു. ചിത്രം സംവിധാനം ചെയ്തത് തുളസീദാസ് ആണ്. മാർച്ച് 13 തിയേറ്ററിലെത്തിയ ചിത്രത്തിന് ഭേദപ്പെട്ട പ്രതികരണമായിരുന്നു ലഭിച്ചത്. എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും മോഹൻലാലിന്റെ താരമൂല്യം കൊണ്ട് ചിത്രം ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. 2003 ഏറ്റവും വലിയ വിജയങ്ങളിൽ 9ാം സ്ഥാനത്തുള്ളത് ജയറാമിൻ്റെ എൻ്റെ വീട് അപ്പുവിൻ്റെയും. സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം റിലീസ് ചെയ്തത് ഏപ്രിൽ 11 കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി വന്ന ഈ ജയറാം ചിത്രത്തിൽ നായികയായി എത്തിയത് ജ്യോതിർമയി ആയിരുന്നു. കാളിദാസ് ജയറാമും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തി. മികച്ച അഭിപ്രായമാണ് ചിത്രം നേടിയത്. വിഷു സീസണിന്റെ അഡ്വാൻറ്റേജോടെ സിനിമ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് കാളിദാസ് ജയറാമിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. 8ാം സ്ഥാനത്തുള്ളത് കുഞ്ചാക്കോ ബോബൻ മീര ജാസ്മിൻ ടീമിൻ്റെ കസ്തൂരിമാനാണ്. ലോഹിതദാസ് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ചിത്രം റിലീസ് ചെയ്തത് ഏപ്രിൽ 4 വിഷു സീസണിൽ റിലീസ് ചെയ്ത ചിത്രമായതുകൊണ്ട് തന്നെ വെക്കേഷൻ കാലത്ത് മികച്ച കളക്ഷനാണ് സിനിമ നേടിയത്. യുവ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി വന്ന സിനിമ ഒരു ക്യാമ്പസ് ചിത്രമായിരുന്നു. സിനിമയ്ക്ക് ഗംഭീര അഭിപ്രായമാണ് ലഭിച്ചത്. അതിനാൽ തന്നെ ചിത്രം വലിയ പ്രേക്ഷക പിന്തുണയോടെ സൂപ്പർ ഹിറ്റായി മാറി. മികച്ച ഗാനങ്ങളും ചിത്രത്തിലുണ്ടായിരുന്നു. കുഞ്ചാക്കോ ബോബൻ്റെയും മീര ജാസ്മിൻ്റെയും മികച്ച പ്രകടനം സിനിമയ്ക്ക് തുണയായി. 7ാം സ്ഥാനത്തുള്ളത് ജയറാം സത്യനന്ദിക്കാട് ടീമിൻ്റെ മനസ്സിനക്കരെയാണ്. 2003 ക്രിസ്മസ് റിലീസായി എത്തിയ ചിത്രം റിലീസ് ചെയ്തത് ഡിസംബർ 25 മികച്ച അഭിപ്രായം നേടിയ സിനിമ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയത്. ജയറാമിനൊപ്പം നയൻതാരയാണ് നായികയായി എത്തിയത്. ഇന്നസെന്റ്, ഷീല തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായെത്തി. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി വന്ന ഈ സത്യനന്ദിക്കാട് ചിത്രം എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തി. ഇളയരാജയുടെ മികച്ച ഗാനങ്ങളായിരുന്നു സിനിമയിലുണ്ടായിരുന്നത്. 6ാം സ്ഥാനത്തുള്ളത് ഷാഫി സംവിധാനം ചെയ്ത് ജയസൂര്യയും കാവ്യമാധവനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പുലിവാൽ കല്യാണമാണ്. 2003 ക്രിസ്മസ് സീസണ് റിലീസ് ചെയ്ത ചിത്രം മികച്ച അഭിപ്രായം നേടി സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയത്. സലീം കുമാർ, കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ, ലാലു അലക്സ്, ജഗതി തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ഗംഭീര പ്രതികരണമാണ് നേടിയത്. മലയാളത്തിലെ മികച്ച കോമഡി സിനിമകളുടെ കൂട്ടത്തിൽ പറയപ്പെടുന്ന സിനിമയാണ് പുലിവാൽ കല്യാണം. മികച്ച ഗാനങ്ങളുണ്ടായിരുന്ന ചിത്രം 2003 ക്രിസ്മസ് സീസണിൽ മികച്ച കളക്ഷനാണ് നേടിയത്. 2003 ഏറ്റവും വലിയ 5ാമത്തെ വിജയം കമൽ സംവിധാനം ചെയ്ത സ്വപ്നക്കൂടാണ്. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, ഭാവന, മീര ജാസ്മിൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം യുവ പ്രേക്ഷകർക്കിടയിൽ വലിയ തരംഗമാണ് തീർത്തത്. ഒന്നിലേറെ മികച്ച ഗാനങ്ങളടങ്ങിയ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വിദേശ ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ച പാട്ടുകളായിരുന്നു. എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ ഈ ചിത്രം റിലീസ് ചെയ്തത് സെപ്റ്റംബർ 5 അക്കാലത്ത് നിരവധി ഹിറ്റുകൾ നൽകിയ സംവിധായകനായ കമലിന്റെ കരിയറിലെ മികച്ച ഹിറ്റുകളിൽ ഒന്നായി സ്വപ്നക്കൂട് മാറി. 2003 ഏറ്റവും വലിയ 4ാമത്തെ വിജയം ജയരാജ് സംവിധാനം ചെയ്ത തിളക്കം. ദിലീപും കാവ്യമാധവനും നായകനും നായികയുമായി എത്തിയ ഈ ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയത് റാഫി മെക്കാട്ടിനായിരുന്നു. 2003 വിഷു സീസണിലായിരുന്നു ചിത്രം തിയേറ്ററിലെത്തിയത്. മികച്ച അഭിപ്രായം നേടിയ സിനിമ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയത്. അക്കാലത്ത് സൂപ്പർ ഹിറ്റുകൾ തുടരെ നൽകി മുന്നേറിയ നായകനായ ദിലീപിന്റെ കരിയറിലെ മറ്റൊരു സൂപ്പർ ഹിറ്റായി തിളക്കം മാറി. കോമഡി ട്രാക്കിൽ സഞ്ചരിക്കുന്ന സിനിമ എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തി. എങ്കിലും പ്രധാനമായും കുടുംബ പ്രേക്ഷകരെയാണ് ചിത്രം ലക്ഷ്യം വെച്ചത്. 2003 ഏറ്റവും വലിയ 3ാമത്തെ വിജയം മമ്മൂട്ടിയുടെ ക്രോണിക് ബാച്ചിലർ. ഫാസിൽ നിർമ്മിച്ച് സിദ്ദിഖ് സംവിധാനം ചെയ്ത ഈ ചിത്രം എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയിരുന്നു. മികച്ച ഗാനങ്ങളടങ്ങിയ ഈ ചിത്രം റിലീസ് ചെയ്തത് 2003 വിഷു സീസണിലായിരുന്നു. ഏപ്രിൽ 16 തിയേറ്ററിലെത്തിയ ഈ ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരുന്നത്. ഹിറ്റ്ലറിന് ശേഷം മമ്മൂട്ടിയും സിദ്ദിഖും ഒരുമിച്ച ചിത്രം കൂടിയായിരുന്നു ക്രോണിക് ബാച്ചിലർ. മമ്മൂട്ടിയുടെ മികച്ച പ്രകടനമായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ്. അതോടൊപ്പം തന്നെ നല്ല പാട്ടുകളും ചിത്രത്തിലുണ്ടായിരുന്നു. 2003 ഏറ്റവും വലിയ 2ാമത്തെ വിജയം ദിലീപിൻ്റെ CID മൂസ. ജോണി ആൻ്റണി സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാളത്തിലെ കൾട്ട് സിനിമകളിലൊന്നാണ്. ഏറെ പ്രേക്ഷകർ ഇപ്പോഴും പിന്തുടരുന്ന ചിത്രമാണ് CID മൂസ. ദിലീപ് ആദ്യമായി നിർമ്മിച്ച സിനിമയായിരുന്നു CID മൂസ. ജൂലൈ 4 തിയേറ്ററിലെത്തിയ സിനിമ ഗംഭീര റെസ്പോൺസ് നേടി. ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആണ് നേടിയത്. ദിലീപിനൊപ്പം വലിയ താരനിര അണിനിരുന്ന ഈ ചിത്രം ജോണി ആൻ്റണിയുടെ ആദ്യ സംവിധാന ചിത്രമായിരുന്നു. ദിലീപിന്റെ നായികയായി ഭാവന എത്തിയ ചിത്രത്തിൽ ദിലീപിനൊപ്പം ജഗതി, കൊച്ചിൻ ഹനീഫ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇന്ദ്രൻസ്, ജഗതി, ആശിഷ് വിദ്യാർത്ഥി തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തി. 2003 ഏറ്റവും വലിയ വിജയം മോഹൻലാലിന്റെ ബാലേട്ടനാണ്. VM വിനു മോഹൻലാലിനെ നായകനാക്കി ആദ്യമായി അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ബാലേട്ടൻ. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി വന്ന ചിത്രം അവിശ്വസനീയമായ വിജയമാണ് നേടിയത്.
2001 രാവണപ്രഭുവിന് ശേഷം മോഹൻലാലിൻ്റെ ഒരു ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ആയത് ബാലേട്ടനിലൂടെയാണ്. ഓഗസ്റ്റ് 29 ചെറിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത ചിത്രം എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തി വമ്പൻ ഹിറ്റിലേക്കാണ് പോയത്. മോഹൻലാലിൻ്റെ കരിയറിലെ ബ്ലോക്ക് ബസ്റ്ററായി ബാലേട്ടൻ മാറി.